ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, യോസേപ്പിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയായിരുന്നല്ലോ. യോസേപ്പ് പൊത്തിപ്പേർ യോസേപ്പിനെ അടിമയായിട്ട് മേടിച്ചു. അങ്ങനെ യോസേപ്പ് പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ അടിമയായിട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ യോസേപ്പ് നല്ല ഒരു വ്യക്തി ആയതുകൊണ്ട് യോസേപ്പിനെ ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് അത് പൊത്തിപ്പേറിന് മനസ്സിലാകുകയും യോസേപ്പിനെ ഗൃഹവിചാരകനാക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ആയിരുന്നപ്പോൾ പൊത്തിപ്പേറിൻ്റെ ഭാര്യയ്ക്ക് യോസേപ്പിനോട് ഇഷ്ടമായി. അത് ആ പാപത്തിൽ പെടാതെ യോസേപ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി. എന്നാൽ അതിന് കൊടുത്ത വില വലിയതായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ യോസേപ്പിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 39:21 വാക്യം. എന്നാൽ യഹോവ യോസേപ്പിനോട് കൂടിയിരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. നമുക്കൊന്നും കൂടെ ആ വാക്യം പഠിക്കാം. ഉൽപ്പത്തി 39:21 വാക്യം. എന്നാൽ യഹോവ യോസേപ്പിനോട് കൂടിയിരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. പൊത്തിപ്പേറിൻ്റെ വീട്ടിലും ദൈവം യോസേപ്പിനോട് കൂടിയിരുന്നു. ദൈവം അവനോട് കൃപ തോന്നി. അവൻ അവിടുത്തെ ഗൃഹവിചാരകനായിട്ട് തീർന്നു. അതിനുശേഷം അവിടെ നിന്ന് യോസേപ്പ് ചെയ്യാത്ത കുറ്റത്തിന് യോസേപ്പിനെ കാരാഗ്രഹത്തിലാക്കി. ഫറവോൻ്റെ അകമ്പടി നായകനായ പൊത്തിപ്പേർ തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് ഒരു തെറ്റും ചെയ്യാത്ത ദൈവഭക്തനായ യോസേപ്പിനെ കാരാഗ്രഹത്തിൽ ഇട്ടു. അവിടെയും യഹോവ യോസേപ്പിനോട് കൂടിയിരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് യോസേപ്പിനോട് ദയ തോന്നി. യഹോവ അവനോട് കൂടിയിരുന്നു. യോസേപ്പ് ചെയ്യുന്ന ഒക്കെയും സഫലമാക്കൊണ്ട് കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസേപ്പിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പ്രമാണിയും എല്ലാവരെയും, അവിടെയുള്ള പ്രമാണിമാരെയും അല്ലെങ്കിൽ ഉള്ള എല്ലാവരെയും അകമ്പടി നായകൻ യോസേപ്പിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അങ്ങനെ യോസേപ്പ് അവിടെയുള്ള അകമ്പടി നായകൻ്റെ പ്രീതിയോടുകൂടി യോസേപ്പ് അവിടെ ജീവിക്കുകയാണ്. അപ്പോഴാണ് അവിടെ 2 ഉദ്യോഗസ്ഥന്മാർ തടവിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ്. ഫറവോൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണിയും ഫറവോനോട് കുറ്റം ചെയ്തു. ഫറവോൻ കോപിച്ചു. അവരെ 2 പേരെയും യോസേപ്പ് കിടന്ന കാരാഗ്രഹത്തിലാക്കി. അകമ്പടി നായകൻ അവരെ യോസേപ്പിൻ്റെ പക്കലേൽപ്പിച്ചു. അവരാരാ? ഫറവോൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. ഫറവോൻ്റെ പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ വലിയ ഹൈ പൊസിഷനാണ്. അതുപോലെ അപ്പക്കാരുടെ പ്രമാണിയും ഹൈ പൊസിഷനാണ്. ഇങ്ങനെ ഹൈ പൊസിഷനിലുള്ള 2 പേരെയും കാരാഗ്രഹ പ്രമാണി ഈ യോസേപ്പിനെയാണ് ഏൽപ്പിച്ചത്. അത്രയും വിശ്വസ്തനായിരുന്നു യോസേപ്പ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അകമ്പടി നായകൻ അവരെ യോസേപ്പിൻ്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. ഒരു രാത്രിയിൽ 2 പേരും വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നങ്ങൾ കണ്ടു. യോസേപ്പ് അവരുടെ അടുക്കൽ ശുശ്രൂഷിപ്പാൻ ചെന്നപ്പോൾ അവർ 2 പേരും വളരെ വ്യസനിച്ചിരിക്കുന്നതായിട്ട് കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ സ്വപ്നം കണ്ടു, ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. യോസേപ്പ് അവരോട് പറഞ്ഞു, വ്യാഖ്യാനിക്കുക എന്നുള്ളത് അത് ദൈവത്തിനുള്ളതാണ്. അപ്പോൾ 2 പേരും അവരുടെ സ്വപ്നം പറഞ്ഞു. യോസേപ്പ് അവർക്ക് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. യോസേപ്പ് പറഞ്ഞതുപോലെ 3 ദിവസത്തിനകം ഫറവോൻ അപ്പക്കാരുടെ പ്രമാണിയെ തൂക്കിക്കൊല്ലുകയും പാനപാത്രവാഹകനെ തിരിച്ച് തൻ്റെ സ്ഥാനത്താക്കുകയും ചെയ്തു. അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്നുള്ളത് 3 ദിവസത്തിനകം ഇതിങ്ങനെ സംഭവിക്കും. അപ്പക്കാരുടെ പ്രമാണിയെ കൊന്നുകളയും, അവൻ്റെ കഴുത്ത് വെട്ടും. മാത്രമല്ല ഫറവോൻ്റെ പാനപാത്രവാഹകനെ തിരിച്ച് അവൻ്റെ സ്ഥാനം ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് യോസേപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുവാനായിട്ട് യോസേപ്പിന് സാധിച്ചു. അപ്പോൾ യോസേപ്പ് പാനപാത്രവാഹകനോട് പറഞ്ഞു, നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിലും എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത് ആ വിവരം നീയെ ഫറവോനോട് പറയണം എന്ന് ശുപാർശ ചെയ്തു. അപ്പക്കാരൻ്റെ പ്രമാണിയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൻ്റെ തല അവനെ തൂക്കിക്കൊല്ലും എന്ന്
യോസേപ്പിന് അറിയാമായിരുന്നു. എന്നാൽ അപ്പക്കാരൻ്റെ പ്രമാണി നെ തൂക്കിക്കൊല്ലുന്നു. പാനപാത്രവാഹകൻ്റെ പ്രമാണി യോസേപ്പിനെ ഓർക്കുകയും ചെയ്തില്ല, അവനെ മറന്നു കളഞ്ഞു. അങ്ങനെ യോസേപ്പ് വീണ്ടും കാരാഗ്രഹത്തിൽ തുടരുകയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാം. ഉൽപ്പത്തി 39:21 വാക്യം. എന്നാൽ യഹോവ യോസേപ്പിനോട് കൂടിയിരുന്നു, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. കാരാഗ്രഹത്തിലിടാതെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് ശക്തി ഉണ്ടായിരുന്നു, ഒന്നാമതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ദൈവം കാരാഗ്രഹവാസം അനുവദിച്ചു. അതിന് ദൈവത്തിന് ചില ഉദ്ദേശമുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഉണ്ടാകുമ്പോൾ ദൈവം അറിയാതെയല്ല അത് സംഭവിക്കുന്നത്, മറിച്ച് കുഞ്ഞുങ്ങളെ അതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് കാരാഗ്രഹ പ്രമാണിക്ക് യോസേപ്പിനോട് കരുണ തോന്നിച്ചു. ദൈവം ഉണ്ടെങ്കിൽ ശത്രുക്കൾ പോലും മിത്രങ്ങളായിത്തീരും. മൂന്നാമതായിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരം ചെയ്യുവാൻ ദൈവം നമ്മെക്കൊണ്ട് ആഗ്രഹിക്കുന്നു. യോസേപ്പിന് അത് സാധിച്ചു. നാലാമതായിട്ട് നാം എപ്പോഴും നമ്മോട് കനിവ് കാണിക്കുന്നവരോട് നന്ദിയുള്ളവരായിരിക്കണം. ഇവിടെ പാനപാത്രവാഹകൻ യോസേപ്പിനെ മറന്നു കളഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കെന്ന വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളോട് എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കൈവിടാത്ത കർത്താവ്, ഞങ്ങളെ ഉപേക്ഷിക്കാത്ത കർത്താവ്, ഞങ്ങൾ ഏത് അവസ്ഥയിൽ കൂടെ നടക്കുമ്പോഴും ഞങ്ങളോട് കൂടി ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്നു, സ്നേഹിക്കുന്നു, കരുതുന്നതായിട്ട് സ്തോത്രം. നിനക്ക് വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെയും കുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമേൻ.